ആന അവസാനിപ്പിക്കാൻ പോവാ. ആന ആദ്യമായിട്ട് കാണുന്നത് എന്താണ്? പേരോടിന്റെ സംസാരം അടക്കമുള്ള ആനയാണ്. മൂപ്പര് പറയാണ് തൃശ്ശൂർ ജില്ലയിലാണ് മുജാഹിദീങ്ങൾ ആദ്യം വന്നത്, അവിടെയാണ് ചേറ്റുവ ആന ഇളകിയത്. എന്താണ്? തൃശ്ശൂർ ജില്ലയിലാണ് ആദ്യമായിട്ട് മുജാഹിദ് വന്നത്, അവിടെയാണ് ആന ഇളകിയത്. അപ്പൊ കാരന്തൂർ എന്ത് ഏർപ്പാട് നടന്നാലൊക്കെ മർക്കസിന്റെ പേരിൽ വരവെക്കാം അല്ലേ? ഞാൻ പറഞ്ഞു ആ സാധു അങ്ങനെ പറഞ്ഞു, അപ്പ കഴിച്ചിട്ടാണെന്ന് ആ സാധു ചിന്തയുള്ളൂ. അപ്പോ അത് പറഞ്ഞിട്ട് മൂപ്പര് ആ കൂട്ടത്തിൽ തന്നെ ആന വരേണ്ടതും കാണിക്കുന്നുണ്ട്. അത് വല്ലാതെ കാണാൻ പറ്റിയ രംഗമൊന്നല്ല. അതുകൊണ്ട് കുറച്ച് ഭാവങ്ങൾ കണ്ടാളി ശ്രദ്ധിക്കും. ഈ അടുത്ത് തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് സെലഫി കേരളത്തിലുണ്ടായ തൃശ്ശൂർ ജില്ലയിലാ. അവിടെയാണ് ഏറ്റവും വലിയ തോന്നിയാസം മക്ബറയിൽ നടക്കുന്നത്. ചേറ്റുവാൻ എന്ന സ്ഥലത്തുനിന്ന് എന്തിനായി അറിയോ? കുറെ ചെണ്ട പൊട്ട് മക്ബറയിൽ, മക്ബറിന്റെ അടുത്തുനിന്ന് നേർച്ചാന്ന് പറഞ്ഞു. പിന്നെ കുറെ ആന, ഒരാനക്ക് ഒരൊറ്റ ഹാലിളകൽ. ആനക്ക് ഹാലിളയിട്ടും കൊന്ന് മനുഷ്യന്മാരെ കൊന്ന് ആ കൊല്ലുന്ന ഒരു രൂപമുണ്ട്. അതിന് ആ സ്ക്രീനിൽ കാണിച്ചാല് ഹാർട്ട് അറ്റാക്കിന്റെ അസുഖമുള്ളവർക്കെല്ലാം ബേജാറായി പോകും. ചിലർക്കെല്ലാം ഓർക്കൽ സ്വപ്നം കാണും. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ബേജാറുള്ളവരൊന്നും നോക്കണ്ട, പെണ്ണുങ്ങളും നോക്കണ്ട, കാരണം ബേജാറായി പോകും. അല്ലാത്തവർ മാത്രം ഒന്ന് ചെറുങ്ങനൊന്നും ഞാൻ കാണിച്ചു തരാം. ആന മനുഷ്യരെ കൊല്ലുമ്പോൾ എന്ത് തോന്നിവാസം അക്ബർ ഇങ്ങനത്തെ തോന്നിവാസം എത്ര കാലമായി ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഈ മൗലിമാരാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒന്ന് ചെറുങ്ങനെ വെച്ചോട്ടാ മനെ, ശബ്ദമൊന്നും ഇല്ലാണ്ട് ബേജാറായി പോകണ്ട. നേർച്ചയുടെ പേര് നടക്കുന്ന അനാചാരായി. മനുഷ്യനെ കൊല്ലുന്നതാണ്. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എവിടെയും ഹക്ക് ഹക്കായി പറയുന്നുണ്ട്. അപ്പോ നിങ്ങൾ നോക്ക്, ഇപ്പൊ ഇത് കേട്ടണ്ട, ഇത് മുജാഹിദിന്റെ പേരല്ല. നോക്കണം, മുജാഹിദിന്റെ പേരല്ല. എന്നാല് പിന്നെ അലവി സഖാഫി പറയണത് സുന്നത്തെ മാതിന്റെ സാധനമാണ്. എങ്ങനെ സുന്നത്തെ മാതിന്റെ മൂപ്പരോട് ചോദിക്കുക. ഒന്ന് മുട്ടിനെ പറ്റിയാണ്. മുട്ടുണ്ടല്ലോ, ഏതോ പുസ്തകം എടുത്തിട്ട് ആ പുസ്തകത്തില് മുട്ട അനുവദനീയ, ചെണ്ട അനുവദനീയാന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ മൂപ്പര് മുട്ടിന് എന്താ കുഴപ്പം? നടു കുടുങ്ങിയതാൻ പാടില്ല, അല്ലാതെ ചെണ്ട ഉപയോഗിക്കാം. ഇവിടെ മുട്ടിയതോ? അത് ഈ മൂപ്പര് പറഞ്ഞ ഫത്വ കൊടുത്ത അതേ സാധനം. പിന്നെ ചോദിക്കുക ആനെ പറ്റി ചോദിക്കുമ്പോ ആനക്കെന്താ കുഴപ്പം? ആന പാടില്ല എന്ന് ഖുർആനിലോ ഹദീസിലുണ്ടോ? ആനക്കെന്താ കുഴപ്പം? പിന്നെ മൂപ്പര് പറയാണ്. അപ്പൊ അടുത്ത ചോദ്യം, എന്ത്? ഇത് അന്യമതസ്ഥര ഷിയാറല്ലേ? അന്യമതസ്ഥര ഷിയാറൊന്നല്ല. ഓല് തുണിടുക്കുണ്ട്, അത് നമുക്ക് തുണിക്കാക്കാൻ പറ്റുമോ? ഓല് വെളിച്ചം കത്തിക്കുണ്ട്, അത് വെളിച്ചം കത്തിക്കാക്കാൻ പറ്റുമോ? ഓല് കുപ്പായിടുണ്ട്, അത് കുപ്പായിടാക്കാൻ പറ്റുമോ എന്ന് മൂപ്പര് ചോദിക്കണേ. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ സാധനമാണ് ആന എന്ന് മൂപ്പര് അനുകൂലമായി ഫത്വ നൽകുന്നു. അങ്ങനെ എന്റെ പ്രിയമുള്ള സഹോദരികളെ, ഈ ഖൗമി എത്തിയ രംഗമാണ് ഇപ്പോ നിങ്ങൾ കണ്ടത്. ആ അലവി സഖാഫി നൽകിയ ഫത്വയും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ദുരിയായ അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട, വലിയ ചെണ്ട, അത് വിട്ടാ കുഴപ്പമില്ല. അത് ജായിസ് തന്നെയാണ്. പിന്നെന്താ? അപ്പൊ ആ പുസ്തകത്തിലുള്ള നിയമവും തമ്മിൽ എതിർപ്പില്ല. ഇടുമ്പോ വലിയ വിഷയം തന്നെയാണ്. ഇടുങ്ങനെ വലിയ വിഷയം തന്നെയാണ്. പറയുന്നത് അത് നിങ്ങൾക്ക് അടുത്ത വേറെന്താ? മുട്ട ആനക്കെന്താ കുഴപ്പം? ആന എന്ന് പറഞ്ഞ ഹറാമാന്ന് അടുത്തുണ്ടോ? ഖുർആനിൽ പറയുന്നത് ആനനെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഇല്ല. വേറെന്താ? ഇത് മറ്റു മതസ്ഥരുടെ ഷിയാറുകളാണ്. ഷിയാറാണോ അല്ലെങ്കിൽ പിന്നെ ചിന്തിക്കാം. വേറെന്താ? ആനല്ലേ പറഞ്ഞത്? മറ്റു മതസ്ഥരുടെ ഷിയാറൊന്നല്ല.
മറ്റു മതസ്ഥരെ ചെയ്യാതെ മറ്റു മതസ്ഥർ ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥർ പുള്ളിയെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പുള്ളിയെടുക്കാൻ പാടില്ലല്ലോ, കാര്യമൊക്കെ മുടുങ്ങല്ലോ. മറ്റു മതസ്ഥരെ കുപ്പാടി നമുക്ക് കുപ്പാടാൻ പാടില്ല പറഞ്ഞാൽ അതുപോലെ വെളിച്ചം കത്തിച്ചില്ല നമുക്ക് വെളിച്ചം കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ മറ്റൊരു വശമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിഷയങ്ങളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആന എന്ന് പറയുന്നത് ആനകളെ കൊണ്ടുപോകുന്നതിന് ആറാമൊന്നും ആവില്ല എന്ന് കരുതിയിട്ട് ആനകളെ കൊണ്ടുനടക്കുന്ന വലിയ പുണ്യാണെന്ന് നമുക്ക് വാദമില്ല. ഞാൻ അങ്ങനെ ആരും മനസ്സിലാക്കും വേണ്ട. അപ്പൊ അതിനകത്ത് അത് വലിയ പുണ്യകർമാണെന്ന് അങ്ങനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതത്ര പ്രശംസിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രോത്സാഹിക്കപ്പെടേണ്ടതോ ആണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരാളൊരാനെ കൊണ്ടുവന്നു, ആനപ്പുറത്ത് കിടന്ന് നടന്നു, യാത്ര ചെയ്തു, അത് ഇസ്ലാമിന് തെറ്റുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് മറ്റു കാരണങ്ങളാൽ തെറ്റാവും. അത് ആന മാത്രമല്ല, നമ്മളെ വണ്ടി മറ്റൊരാളെ ആക്സിഡന്റ് ആയി ബുദ്ധിമുട്ടാകുന്നതൊക്കെ തന്നെ. അപ്പൊ അത് ആനക്കുള്ള മാത്രം പ്രത്യേകതല്ല, ബുദ്ധിമുട്ടും വിഷമവും എവിടെ വരുന്നുണ്ടോ അതെല്ലായിടത്തും പ്രശ്നം വരും. അപ്പൊ അതനുസരിച്ച് ആനക്കും വരും, കുതിരക്കും വരും, വഹാബിക്കും വരും, എല്ലാവർക്കും വരും. അതുകൊണ്ട് മാത്രം ഇത് സംഗതി തെറ്റാണ് എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. ആനക്ക് ഒരു കുഴപ്പമില്ല. ആനക്കെന്താ കുഴപ്പം ഫത്വ. അതിനിടക്ക് മുമ്പ് നമുക്കൊരു വെപ്പ്. ഇപ്പൊ ഇടങ്ങേറുണ്ടാക്കുകയാണെങ്കിൽ ആനായാലും കുതിരായാലും വഹാബിയാണെങ്കിലും നമുക്കും പറയാം. ആനയാണെങ്കിലും കുതിരയാണെങ്കിലും കഴുതയാണെങ്കിലും സക്കാഫിയാണെങ്കിലും അങ്ങനെ പറയാലോ. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെയാണെങ്കിൽ അതൊക്കെ അലമ്പ് തന്നെയാണ്. പക്ഷെ ഉപരി പറയണ ആന കൊണ്ടുവന്നാലും എന്തല്ല അത് കുഴപ്പമില്ല. അപ്പൊ അത് കണ്ടുകൊണ്ട് കൗമ എത്തിയ രംഗങ്ങൾ കണ്ടല്ലോ, ആന ഇളകി ആകെ ഇതായത്. ഇനി നേരത്തെ പറഞ്ഞ പേരോട് പറഞ്ഞ നിങ്ങൾ മറന്നുപോവോ? മറക്കണ്ട. അലവി സക്കാഫി പറഞ്ഞോ മറക്കണ്ട. അപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കണ്ടോളി. ആ രംഗം കൂടി കാണി. ആന മനുഷ്യരെ കൊല്ലുന്നു. എന്ത് തോന്നിവാസം അക്ബറിങ്ങനത്തെ തോന്നിവാസം എത്ര കാലമായി ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. ഹാർട്ട് അറ്റാക്കിന്റെ അസുഖമുള്ളവർക്കെല്ലാം ബേജാറായി പോകും. ചിലർക്കെല്ലാം ഉറക്കൽ സ്വപ്നം കാണും. അവിടെ അങ്ങനത്തെ ഒന്നും ബേജാറുള്ളവരൊന്നും നോക്കണ്ട. പെണ്ണുങ്ങളും നോക്കണ്ട, കാരണം ബേജാറായി പോകും. പേരോട് ജവാബ് ഊപ്പർ ചോദ്യം.